നൊയമ്പുകാലം 5-ാം വാരം വ്യാഴം. തിരുവചനം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം തിരുവചനം. മരിക്കയില്ല എന്ന് യേശു പറയുമ്പോൾ അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ വചനം പാലിക്കുന്നവൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരിക്കലും മരിക്കയില്ല എന്നാണോ? ലാസർ പുനർജീവിച്ചുവെങ്കിലും പിന്നീട് മരിച്ചു. മാനസികമായി തകർന്ന നായിം പട്ടണത്തിലെ വിധവയ്ക്ക് മകനെ തിരിച്ചു കിട്ടിയെങ്കിലും പിന്നീട് രണ്ടുപേരും മരിച്ചു. യേശുവിൽ നിന്നും ശാരീരികമായും മാനസികമായും രോഗശാന്തി ലഭിച്ചിട്ടുള്ളവർ അനേകരാണെങ്കിലും യേശു നൽകുന്ന മരണമില്ലാത്ത ജീവൻ എന്ന് പറയുന്നത് ആത്മാവിന് യേശു നൽകുന്ന ആത്മീയമായ ജീവൻ തന്നെ. ആത്മാവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആത്മാവിൻ്റെ ജീവൻ ചലിക്കുന്നത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. മദർ തെരേസ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവികമായ ജീവൻ നാം കാണുന്നത് മദർ പള്ളിയിൽ നിന്നും പുറത്തു വന്ന് ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോഴാണ്. പീഡിപ്പിച്ച മനുഷ്യനോട് ഏകപക്ഷീയമായി ക്ഷമിക്കുമ്പോഴും നല്ല സമറിയാക്കാരനെ പോലെ സഹായഹസ്തം നീട്ടുമ്പോഴും ദൈവിക ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുകയാണ് ചെയ്യുന്നത്. ഈ ജീവിതത്തിൽ നാം ആരംഭിക്കുന്ന ദൈവിക ജീവൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് നാം ഒരിക്കലും മരിക്കാത്ത നമ്മുടെ സ്വർഗീയമായ ജീവിതത്തിൽ ആണ്.